കൊൽക്കത്തയിലെ ആശുപത്രിയിൽ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധക്കാർക്കു നേരെ അക്രമം. പുറത്തുനിന്നെത്തിയ സംഘം ആർജികർ മെഡിക്കൽ കോളേജ് ആശുപത്രിയും പ്രതിഷേധ പന്തലും തന്നെ അടിച്ചു തകർത്തു. വെള്ളിയാഴ്ചയാണ് ആർജികർ മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിൽ നൈറ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജൂനിയർ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടത്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, ഈ സമരക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടൊരു സംഘം എത്തുന്നു. നിന്ന നിൽപ്പിൽ അവരുടെ രൂപവും ഭാവവും മാറുന്നു. അവർ വലിയ പ്രതിഷേധവും സംഘർഷവും ഉണ്ടാക്കുന്നു. വാഹനങ്ങൾ ആകെ തല്ലിപ്പൊട്ടിക്കുന്നു. ഈ പ്രതിഷേധത്തിനിരിക്കുന്ന ഡോക്ടർമാരെ തന്നെ തല്ലിച്ചതയ്ക്കുന്നു. ഇങ്ങനെയാണ്. ഇത് വളരെ നാടകീയമാണ്. എന്തോ ഒരു ഗൂഢമായ ഉദ്ദേശത്തോടെ അല്ലാതെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. മാധു, വളരെ നാടകീയമാണ്. ഇതിന് പിന്നിൽ മറ്റെന്തോ ഉദ്ദേശം കൂടിയുണ്ട് എന്നുള്ളത് ഒരു ആരോപണമായി വലിയ രീതിയിൽ ഇതിനോടകം തന്നെ രാജ്യത്താകമാനം ചർച്ചയായിട്ടുണ്ട്. ഈ പ്രതിഷേധക്കാർക്കെതിരെ പ്രത്യേകിച്ചും കണ്ടാലറിയുന്ന എല്ലാവർക്കെതിരെയും കേസ് ഇതിനോടകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഈ അക്രമങ്ങൾക്ക് വഴിവെച്ച അല്ലെങ്കിൽ അക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളുകൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടി എടുക്കണം എന്നുള്ളൊരു ആവശ്യം പശ്ചിമ ബംഗാളിൽ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ചും തൃണമൂൽ കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും BJP-യുടെയും എല്ലാം നേതാക്കളും ജനപ്രതിനിധികളും പറയുന്നുണ്ട്. ഇന്നലെ രാത്രി രാജ്യവ്യാപകമായിട്ട് ഈ സ്വാതന്ത്ര്യ മെഡിക്കൽ കോളേജിലെ ഈ ബലാത്സംഗവും മരണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പ്രത്യേകിച്ചും ഈ കുറ്റക്കാർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി വേണം. മാത്രമല്ല, ഈ കൃത്യത്തിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ട്, അതാരൊക്കെയാണ് കണ്ടെത്തണം എന്നുള്ള കാര്യം കൂടി ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു. പക്ഷേ രാത്രി 11 മണിയോടുകൂടി തന്നെ ഈ ആർജിക്കർ മെഡിക്കൽ കോളേജിൻ്റെ മുൻവശത്തേക്ക് ഒരു വലിയ കൂട്ടം ആളുകൾ എത്തുകയായിരുന്നു. അതുകൊണ്ട് അവിടെ പ്രതിഷേധിച്ചു കൊണ്ടിരുന്ന വനിതാ ഡോക്ടർമാരെ മടങ്ങിപ്പോകാൻ അവിടെ ഉണ്ടായിരുന്ന മറ്റ് റെസിഡൻറ്റ് ഡോക്ടർമാർ ആവശ്യപ്പെട്ടു. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവിടെ പ്രതിഷേധത്തിൽ ഉണ്ടായിരുന്ന ഈ മറ്റ് റെസിഡൻറ്റ് ഡോക്ടർമാർ വനിതാ ഡോക്ടറോട് മടങ്ങാൻ ആവശ്യപ്പെട്ടു. അതിനിടയിലാണ് ഈ പ്രതിഷേധക്കാരുടെ മട്ടും ഭാവവും സ്വഭാവവും എല്ലാം മാറി ഒരു അക്രമാസക്തമായി മാറുന്നത്. പ്രത്യേകിച്ചും ആർജിക്കർ മെഡിക്കൽ കോളേജ്, അവിടെയാണ് ഈ സംഭവം കഴിഞ്ഞ വെള്ളിയാഴ്ച നടക്കുന്നത്. അത് ആവശ്യത്തിന് പോലീസുകാരുണ്ടായിരുന്നില്ല അല്ലെ? കാരണം സമാധാനപരമായ സമരമാണ് ഉണ്ടായിരുന്നത്. സമരക്കാർക്ക് മാത്രമായി ഇരിക്കാൻ പ്രത്യേക ഒരു പന്തലുണ്ടായിരുന്നു. പ്രതിഷേധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സമരവും മുദ്രാവാക്യവും വിളിയുമായി വളരെ സമാധാനമായി മുന്നോട്ട് പോകുന്ന ഒരു സമരത്തിനിടയിലാണ് ഈ സംഘർഷം ഉണ്ടാകുന്നത്. ആ സമയത്ത് അതിനെ ചെറുക്കാൻ മാത്രമുള്ള പോലീസ് അവിടെ ഉണ്ടായിരുന്നില്ല. മാധു, അതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ റെസിഡന്റ് ഡോക്ടർമാർ വളരെ സമാധാനപരമായിട്ടുള്ള പ്രതിഷേധമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നടത്തിക്കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഈ ആശുപത്രികൾ കേന്ദ്രീകരിച്ച്. അവിടെ പോലീസ് ബാരിക്കേഡുകളും കാര്യങ്ങളും എല്ലാം സ്ഥാപിച്ചിരുന്നു. മാത്രമല്ല, ഒരു റൊട്ടീൻ ചെക്കപ്പ് ആയിരുന്നു ഒരുപാട് സംഘങ്ങളിൽ ഉണ്ടായിരുന്നത്. അതിനപ്പുറത്തേക്ക് സ്ഥിരമായി അവിടെ കുറച്ചധികം പോലീസുകാർ ഉണ്ടായിരുന്നു, തമ്പടിച്ച് നിന്നിരുന്നു. കാരണം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ സമരം കൈവിട്ട് പോവുകയാണെങ്കിൽ അത് ചെറുക്കാൻ വേണ്ടി കുറച്ച് പോലീസുകാരെ നിർത്തിയിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു വലിയ വ്യാപിച്ചുള്ള ഒരു അന്വേഷണം പോലെ വ്യാപിച്ചുള്ള ഒരു സംഘമോ ഒന്നും തന്നെ ആ ഭാഗത്ത് നിലയുറപ്പിച്ചിരുന്നില്ല. അതൊരു പക്ഷേ ഈ സംഘങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ഈ പ്രതിഷേധത്തിലേക്ക് പോകാൻ വേണ്ടി കാര്യങ്ങൾ വഴിയൊരുക്കി കൊടുത്തു എന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. കാരണം ആ ബാരിക്കേഡ് മുഴുവൻ അവർ എളുപ്പത്തിൽ പൊളിച്ച് നീക്കി. ഈ വലിയ സംഘം ആ ആശുപത്രിക്ക് മുന്നിലേക്ക് എത്തുന്നു, അവർ തമ്പടിക്കുന്നു. അവിടെ പോലീസ് കെട്ടിയ ആ ബാരിക്കേഡുകൾ അവിടെ എളുപ്പമായിട്ട് തന്നെ തകർത്ത് അതിന് മുന്നിലോട്ട് അവർ ഇരച്ചു കയറുകയായിരുന്നു. മാത്രമല്ല, ആർജിക്കർ മെഡിക്കൽ കോളേജിൻ്റെ മുൻവശത്തും അവിടെ പാർക്ക് ചെയ്ത ആംബുലൻസ്, മറ്റ് പോലീസ് വാഹനങ്ങൾ, അതോടൊപ്പം തന്നെ ഉണ്ടാകുന്ന മറ്റ് വാഹനങ്ങൾ, പിന്നെ ആ കെട്ടിടത്തിൻ്റെ പല ഭാഗങ്ങൾ ഇതെല്ലാം തന്നെ അടിച്ചു തകർത്തു. ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന പ്രതിഷേധത്തിൽ ഉണ്ടായിരുന്ന മറ്റ് റെസിഡൻറ്റ് ഡോക്ടർമാർക്കും മർദ്ദനമേറ്റു എന്നുള്ള കാര്യം അവർ ആരോപിക്കുന്നുണ്ട്. അവരെയും മർദ്ദിച്ചു. ഇത് ഈ സംഭവങ്ങൾ, ഈ പ്രതിഷേധവും ഈ സമരത്തിനെല്ലാം തന്നെ തകർക്കാൻ വേണ്ടി മനഃപൂർവ്വം നടത്തിയ ഒരു സംഘർഷമാണ്. അതിന് കരുതിക്കൂട്ടി മറ്റാരോ ഈ സമരം പൊളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ സർക്കാരും മമതാ ബാനർജിയും ഒക്കെ ആവശ്യത്തിന് പഴി കേൾക്കുന്നുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്. CBI അന്വേഷണം അടക്കം പ്രഖ്യാപിച്ചുകൊണ്ട് ഏതു തരത്തിലും ഒരു പ്രശ്നവും ഉണ്ടാകാതെ സമരക്കാരെ അങ്ങനെ തന്നെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് വേണമെങ്കിൽ തൂക്കുകയറെങ്കിൽ താൻ തൂക്കുകയറിന് എതിരാണ്, പക്ഷെ എന്നിരുന്നാൽ പോലും ഇക്കാര്യത്തിൽ അത് വേണമെങ്കിൽ അതും ആവശ്യപ്പെടുമെന്ന് അടക്കമുള്ള പ്രഖ്യാപനങ്ങളുമായി മമതാ ബാനർജി പരമാവധി ഡാമേജ് ഇല്ലാതെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നോക്കുന്നുണ്ട്. അതിനിടയിൽ ഈ സംഘർഷം എങ്ങനെയുണ്ടാകും? തീർച്ചയായിട്ടും അത് തൃണമൂൽ സർക്കാരിന് അവിടെ ഉണ്ടാക്കുന്ന നഷ്ടം അല്ലെങ്കിൽ അവർക്കുണ്ടാക്കുന്ന പ്രശ്നമെന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടും പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസവും മമതാ ബാനർജി ആവർത്തിച്ച കാര്യമാണ് CBI അന്വേഷണം ഏറ്റെടുത്ത ഈ സാഹചര്യത്തിലും ഈ ആഗസ്റ്റ് 27-നകം തന്നെ അന്വേഷണം പൂർത്തിയാക്കി പ്രതിക്ക് വധശിക്ഷ ലഭിക്കുന്ന രീതിയിലുള്ള അന്വേഷണമായിരിക്കണം, അല്ലെങ്കിൽ അത് വധശിക്ഷ ഉറപ്പാക്കണം. വധശിക്ഷയ്ക്ക് എതിരാണെങ്കിൽ പോലും മമതാ ബാനർജി പറയുന്നുണ്ട് വധശിക്ഷ ഉറപ്പാക്കണം എന്നുള്ള കാര്യം. പരമാവധി തൃണമൂൽ കോൺഗ്രസ് ഡാമേജ് ഇല്ലാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നോക്കുന്ന സമയത്തും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അത് തൃണമൂൽ കോൺഗ്രസിന് വലിയ രീതിയിൽ അവിടെ തിരിച്ചടിയാകുന്നുണ്ട്. കാരണം ഈ കേസിൻ്റെ ഈ അന്വേഷണത്തിൻ്റെയും ഈ കൃത്യത്തിൻ്റെയും ആദ്യ നാൾ മുതൽ തന്നെ പ്രതിക്കൂട്ടിലായിരിക്കുന്നത് തൃണമൂൽ സർക്കാരാണ്. കാരണം ഈ കേസിൽ അറസ്റ്റിലായിരിക്കുന്ന ഒരു വ്യക്തി
സഞ്ജയ് റോയ് എന്ന് പറയുന്ന വ്യക്തി 2019 മുതൽ കൊൽക്കത്ത പശ്ചിമ ബംഗാൾ പോലീസിലെ സിവിൽ വോളണ്ടിയറായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. മാത്രമല്ല അയാളൊരു സീരിയൽ ഒഫൻഡറാണ്. പല തവണ സ്ത്രീകളോട് മോശമായി പെരുമാറിയിട്ടുണ്ട്. 4 ഭാര്യമാരുണ്ട്. പലതവണ ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആളാണ് 2019 മുതൽ എങ്ങനെയാണ് സിവിൽ വോളണ്ടിയറായി പോലീസിന്റെ ഭാഗമായത് എന്ന അടക്കമുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സർക്കാരിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ BJP ഒക്കെ ശ്രമിക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു സംഘർഷം ഉണ്ടാകുന്നത്.